MG യൂണിവേഴ്സിറ്റി 2025 നടന്ന ജെൻഡർ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ആണ് നമ്മൾ നോക്കുന്നത്. ജെൻഡർ ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. BA ഡിഗ്രി CBCS റെഗുലർ റീഅപ്പിയറൻസ് മെഴ്സി ചാൻസ് എക്സാമിനേഷൻസ് ഫെബ്രുവരി 2025. ഇതിൽ 2017 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 1 പാർട്ട് എ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജെൻഡർ കോൺഷ്യസ്നസ് ആണ്. രണ്ടാമത്തേത് ക്യൂർ തിയറി. 3 ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി. 4 കേറ്റ് റിലേറ്റ് അപല. ദെൻ അപാല കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മവിവാഹ് പോളിയാൻഡ്രി. ഡിഫൈൻ മോഡേൺ വുമൺഹുഡ്. ഡിഫൈൻ കൊളോണിയൽ മൊറാലിറ്റി. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ പോസ്റ്റ് വേദിക് വുമൺ. റൈറ്റ് എ നോട്ട് ഓൺ ഡിലിമിറ്റേഷൻ ഓഫ് വുമൺ ആസ് ബോഡീസ്. ഇതാണ് 2 മാർക്കിന്റെ ആദ്യത്തെ ചോദ്യങ്ങൾ. 12ാമത്തെ ചോദ്യം കൂടി നോക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും വരെയുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ജെൻഡർ കോൺഷ്യസ്നസ്. Gender consciousness refers to the awareness and understanding of the social, cultural and economic roles assigned to individuals based on their gender. ഓരോ വ്യക്തികൾക്കും സ്ത്രീക്കും പുരുഷനും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ പദവികൾ ഒരു സമൂഹത്തിൽ അനുവദിച്ചു നൽകുന്നുണ്ട്. അത് കുറിച്ച് അവർക്ക് അവബോധമുണ്ടാവുക എന്നത് തന്നെയാണ്. It involves recognizing the differences and inequalities between men and women. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെന്ന് തിരിച്ചറിയുകയും and understanding the impact of these differences on individuals and society. ഈ വ്യത്യാസങ്ങൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും മേൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യാം. ഇതാണ് ജെൻഡർ കോൺഷ്യസ്നസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യൂർ തിയറി. ക്യൂർ തിയറി is a field of study that examines the social and cultural constructions of gender and sexuality. Gender, sexuality ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സാമൂഹികവും സാംസ്കാരികപരവുമായിട്ടുള്ള നിർമ്മിതികളാണ് ക്യൂർ തിയറി എന്നതുകൊണ്ട് പറയുന്നത്. ഇറ്റ് ചാലഞ്ചസ് ട്രഡീഷണൽ നോഷൻസ്. പലപ്പോഴും പരമ്പരാഗത സങ്കല്പങ്ങൾ ഇത് വെല്ലുവിളിക്കുന്നു. ജെൻഡർ എന്ന ആശയത്തെക്കുറിച്ചും സെക്ഷുവാലിറ്റി എന്ന ആശയത്തെക്കുറിച്ചും. ആൻഡ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പീരിയൻസസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഡു നോട്ട് കൺഫോം ടു സൊസൈറ്റൽ നോംസ്. സമൂഹത്തിന്റെ പതിവ് മാതൃകകൾക്ക് അനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകാൻ വ്യക്തികൾക്ക് കഴിയാതെ വരുന്ന അനുഭവങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും തേടാനും ഇത് ശ്രമിക്കുന്നുണ്ട്. അടുത്തത് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി. ബ്രാഹ്മണ പുരുഷ മേധാവിത്വം എന്ന് വേണമെങ്കിൽ പറയാം. Brahminical patriarchy refers to the social and cultural system in India where Brahmin caste held power and authority over other caste. ബ്രാഹ്മണ വിഭാഗം മറ്റ് ജാതികളുടെ മേൽ മേൽക്കോയ്മ നിർത്തിയിരുന്നു എന്ന് മാത്രമല്ല പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ബ്രാഹ്മണ മതത്തിൽ തന്നെ മേധാവിത്വം ഉണ്ടായിരുന്നു. ദിസ് സിസ്റ്റം വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്ട്രോങ് പാട്രിയാർക്കൽ സ്ട്രക്ചർ. ഈ ബ്രാഹ്മണിക്കൽ ഡോമിനൻസ് ശക്തമായ പുരുഷ മേധാവിത്വ ഘടനയിലാണ് ഉണ്ടായിരുന്നത്. വേർ മെൻ ഹെൽഡ് പവർ ആൻഡ് വുമൺ വെർ സബോർഡിനേറ്റ് ടു ദം. അധികാരം പുരുഷന്മാർക്കും സ്ത്രീകൾ അവരുടെ കീഴെയുമായിരുന്നു. കേറ്റ് മില്ലറ്റ്. കേറ്റ് മില്ലറ്റ് വാസ് ആൻ അമേരിക്കൻ ഫെമിനിസ്റ്റ് റൈറ്റർ ആൻഡ് ആക്ടിവിസ്റ്റ്. കേറ്റ് മില്ലറ്റ് ഒരു അമേരിക്കൻ ഫെമിനിസ്റ്റ് എഴുത്തുകാരിയും പ്രവർത്തകയുമാണ്. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹെർ ബുക്ക് സെക്ഷൽ പോളിറ്റിക്സ് എന്ന പുസ്തകം അവരാണ് എഴുതിയത്. വിച്ച് ക്രിട്ടിക്സ് ദ patriarchal society and ways in which literature and culture perpetuate sexism and misogyny. Apala is a female character in Hindu mythology. ഹിന്ദു പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്, സ്ത്രീ കഥാപാത്രമാണ് അപാല. മെൻഷൻഡ് ഇൻ ഋഗ്വേദത്തിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഷീ ഈസ് ഓഫൻ സൈറ്റഡ് ആസ് an example of woman who challenged the patriarchal norms of her time. അവരുടെ കാലഘട്ടത്തിലെ പതിവ് നിയമങ്ങളെയും പാരമ്പര്യങ്ങളെയും വെല്ലുവിളിച്ച ഒരു സ്ത്രീയാണ്. ആൻഡ് അച്ചീവ്ഡ് സ്പിരിച്വൽ എൻലൈറ്റൻമെന്റ്. ആത്മീയമായ ഒരു ബൗദ്ധിക നിലവാരം നേടാൻ കഴിഞ്ഞ അല്ലെങ്കിൽ ആത്മീയമായ ഉണർവ് നേടാൻ കഴിഞ്ഞ സായുജ്യം നേടാൻ കഴിഞ്ഞ ഒരു കഥാപാത്രമായിട്ടാണ് പറയപ്പെടുന്നത്. Brahmavah is a type of marriage in Hindu tradition where the groom is chosen by the bride's family. വധുവിന്റെ കുടുംബം ഉത്തമനായ ഒരു പുരുഷനെ കണ്ടെത്തി തന്റെ മകളെ ആ ഉത്തമനായ മനുഷ്യന് നൽകുന്നു. ബേസ്ഡ് ഓൺ ഹിസ് ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ആ മനുഷ്യന്റെ ഗുണവിശേഷങ്ങളുടെ പേരിലും സ്വഭാവ ഗുണത്തിന്റെ പേരിലുമാണ് തന്റെ മകളെ ആ വ്യക്തിക്ക് നൽകുക. ദിസ് ടൈപ്പ് ഓഫ് മാരേജ് ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് സേക്രഡ് ആൻഡ് ഡിസയറബിൾ ഫോംസ് ഓഫ് മാരേജ്. അന്നത്തെ കാലത്തെ ഏറ്റവും വിശുദ്ധവും അഭിലഷണീയവുമായ വിവാഹ രീതിയായി ഇത് ഗണിക്കപ്പെട്ടിരുന്നു.
ഏഴാമത്തെ ചോദ്യം പോളിയാൻഡ്രി ആണ്. പോളിയാൻഡ്രി ഈസ് എ ഫോം ഓഫ് മാരേജ് വേർ വൺ വുമൺ ഹാസ് മൾട്ടിപ്പിൾ ഹസ്ബൻഡ്സ്. ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാർ ഉള്ള ഒരു സാമൂഹ്യ സാഹചര്യമാണ് പോളിയാൻഡ്രി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. It encompasses a range of experiences, identities and roles that women occupy in society. സ്ത്രീകൾക്ക് ഉള്ള പങ്കിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങളെ കുറിച്ചും അവരുടെ ഐഡന്റിറ്റികളെ കുറിച്ചും കൂടെ മോഡേൺ വുമൺഹുഡിനെ കുറിച്ച് പറയുന്നു. അതായത് including their participation in the workforce, their roles in family and relationships and their engagement in social and political activism. അവർ ഇന്ന് കുടുംബ ബന്ധങ്ങളിലും അതുപോലെ തന്നെ ജോലിസ്ഥലങ്ങളിലും സാമൂഹ്യ പ്രവർത്തനത്തിലും പൊളിറ്റിക്കൽ ആക്ടിവിസത്തിലുമൊക്കെ സജീവ പങ്കാളികളാണ് ആധുനിക സ്ത്രീകൾ. ഇതാണ് അടുത്ത 9ാമത്തെ ചോദ്യം. കൊളോണിയൽ മൊറാലിറ്റിയെ കുറിച്ചാണ്. കൊളോണിയൽ മൊറാലിറ്റി refers to the moral values and principles imposed by colonial powers on colonized societies. കോളനി ശക്തികൾ അവർ കോളനികളായി പിടിച്ച പ്രദേശങ്ങളിൽ ചുമത്തിയിരുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചിരുന്ന അവരുടെ ധാർമ്മിക മൂല്യങ്ങളും തത്വങ്ങളുമാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ സാഹചര്യത്തിൽ പറയുമ്പോൾ കൊളോണിയൽ മൊറാലിറ്റി ഓഫൻ റിഫ്ലക്റ്റഡ് ദ വാല്യൂസ് ആൻഡ് നോംസ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. കൊളോണിയൽ മൊറാലിറ്റി മിക്കപ്പോഴും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ മൂല്യങ്ങളെയാണ് അത് പ്രതിഫലിപ്പിച്ചിരുന്നത്. വിച്ച് ഹാഡ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അത് പിന്നീട് ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലും ഗണ്യമായ പ്രതിഫലനം ഉണ്ടാക്കി. 10ാമത്തേത് പോസ്റ്റ് വേദിക് വുമൺ, അതായത് വൈദികാനന്തര കാലഘട്ടത്തിലെ സ്ത്രീ. ദ പോസ്റ്റ് വേദിക് വുമൺ റെഫേഴ്സ് ടു ദ സ്റ്റാറ്റസ് ആൻഡ് റോൾ ഓഫ് വുമൺ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഡ്യൂറിംഗ് ദ പോസ്റ്റ് വേദിക് പീരീഡ്. പോസ്റ്റ് വേദിക് പീരീഡിലെ ഇന്ത്യൻ സമൂഹത്തിലുണ്ടായിരുന്ന സ്ത്രീയുടെ പങ്കിനെ കുറിച്ചാണ്, പദവിയെ കുറിച്ചുമാണ് പറയുക. ഡ്യൂറിംഗ് ദിസ് പീരീഡ് വുമൻസ് റോൾ ആൻഡ് സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി അണ്ടർവെന്റ് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീയുടെ പദവിയും സമൂഹത്തിലെ പങ്കും ഗണ്യമായ മാറ്റങ്ങൾക്ക് വിധേയമായി. വിത്ത് സം വുമൺ അച്ചീവിംഗ് ഗ്രേറ്റർ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ചില സ്ത്രീകൾക്ക് വർദ്ധിച്ച തോതിലുള്ള സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ നേടാൻ കഴിഞ്ഞിരുന്നു. 11ാമത്തെ ചോദ്യം. ഡിലിമിറ്റേഷൻ ഓഫ് വുമൺ ആസ് ബോഡീസ്. സ്ത്രീകൾ വെറും ശരീരങ്ങളായി പരിമിതപ്പെട്ടു പോകുന്നു. ഇത് delimitation of women as bodies refers to the ways in which women's bodies are often reduced to their physical characteristics and biological functions. സ്ത്രീ ശരീരങ്ങൾ അവയുടെ ശാരീരിക പ്രത്യേകതകൾക്കും ജീവശാസ്ത്രപരമായ ധർമ്മങ്ങൾക്കും മാത്രമായി കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് റിഡക്ഷൻ ക്യാൻ ലീഡ് ടു ദി ഒബ്ജക്ടിഫിക്കേഷൻ ആൻഡ് കമോഡിഫിക്കേഷൻ. ഈ കുറഞ്ഞു പോകല് അവരെ വസ്തുക്കളോ അല്ലെങ്കിൽ വിൽപ്പന ചരക്കോ ഒക്കെ ആക്കി മാറ്റുന്നു എന്നതാണ്. പെർപെച്വേറ്റിംഗ് പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. പുരുഷ മേധാവിത്വ മനോഭാവം, പെരുമാറ്റങ്ങൾ എന്നിവ ഇവിടെ ഒരു തുടർച്ച അതിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത്.